കർത്താവിനെ നൽകിയത് ബുദ്ധിമോശമായി പോയോ? എല്ലാവരും ശ്രദ്ധിക്കണം. കർത്താവിനെ നൽകിയത് ബുദ്ധിമോശമായി പോയോ? ഈ കാലഘട്ടത്തിൽ ഈ വചനദൂതന് വലിയ പ്രാധാന്യമുണ്ട്. കർത്താവിനോട് പ്രാർത്ഥിക്കുന്നതും കർത്താവിന് വേണ്ടി നിലകൊള്ളുന്നതും വിശ്വാസത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതും വിശ്വാസം ജീവിക്കുന്നതൊക്കെ ബുദ്ധിമോശമായി പോയോ? ഇതെല്ലാം വേസ്റ്റാണോ? കർത്താവിനെ സ്നേഹിച്ചത്, കർത്താവിനെ ആരാധിച്ചത്, അത് പാഴായി പോയോ? ഞാൻ എൻ്റെ സമയം വെറുതെ നഷ്ടപ്പെടുത്തി കളഞ്ഞോ? എനിക്കെല്ലാം നഷ്ടപ്പെട്ടു പോയോ? എൻ്റെ ജീവിതം, എൻ്റെ കുടുംബം ഈ വിധമായി പോയല്ലോ. ഞാൻ ഇന്നോളം പ്രവർത്തിച്ചത് ബുദ്ധിമോശമായി പോയോ എന്ന് ചിന്തിക്കുന്ന അനേകരുടെ എണ്ണം ഈ നാളുകളിൽ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്നേ ദിവസത്തെ റേമ ശുശ്രൂഷയിൽ ഞാൻ കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മ വ്യക്തമായി ഇപ്രകാരം പറഞ്ഞു: ഈ ഒരു മെസ്സേജ് എൻ്റെ ജനത്തിന് പകർന്നു കൊടുക്കുക. അനേകരിൽ നിന്ന് നിരാശിതരാണ്, ദുഃഖിതരാണ്, വിശ്വാസം ക്ഷയിച്ച് എല്ലാം നഷ്ടപ്പെട്ടു, പ്രാർത്ഥിച്ചിട്ട് ഉത്തരം കിട്ടാത്ത വിഷയങ്ങൾ, തീഷ്ണതയോടെ പ്രാർത്ഥിച്ചിട്ടും ഈ രോഗം മാറിയില്ല, പ്രിയപ്പെട്ടവർ മരണപ്പെട്ടു പോയി. കോവിഡിന്റെ ആശങ്ക മൂലം എൻ്റെ കുടുംബത്തിൽ ഇത് വലിയ നാശമായി ഭവിക്കുമോ? എൻ്റെ കുഞ്ഞുങ്ങളുടെ ഭാവി, ജോലി നഷ്ടപ്പെടുന്നു, ബിസിനസ് തകരുന്നു, സാമ്പത്തികമായി ഒരുപാട് കടബാധ്യതകൾ, ആവശ്യങ്ങൾ വർദ്ധിക്കുന്നു, അതിനനുസരിച്ചുള്ള വരുമാനമില്ല, ഒരുപാട് നീറുന്ന പ്രശ്നങ്ങളുമായി ഒത്തിരിയേറെ ജീവിതങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ഈ സമയങ്ങളിൽ പലപ്പോഴും നമ്മൾ ചിന്തിച്ചു പോകുന്നുണ്ട്, കർത്താവിന് നൽകിയത് അത് സമയമാകാം, സമ്പത്താകാം, ജീവിതമാകാം, ആരോഗ്യമാകാം, സാധ്യതകൾ, അവസരങ്ങളുമാകാം, ഇതൊക്കെ ബുദ്ധിമോശമായി പോയോ? ഇതൊക്കെ വെറുതെയായി പോയോ? എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ഈ വിഷയത്തോട് ബന്ധപ്പെട്ട് പരിശുദ്ധാത്മ നൽകുന്ന ആലോചന എന്താണ്? ഞാനും നിങ്ങളും വിശ്വാസം മൂലം ജീവിക്കേണ്ട നാളുകളിലാണ് ജീവിക്കുന്നത്. ഞാൻ ആദ്യമേ പറഞ്ഞു, വിശ്വാസത്തിന് വലിയ പവറാണ്, വലിയ ശക്തിയാണ്. വിശ്വാസം മൂലം തൻ്റെ ജനം ജീവിക്കേണ്ട നാളുകളിലേക്ക് പരിശുദ്ധാത്മാവ് ദൈവജനത്തെ നയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോസ്തലനായ പൗലോസ് കൊരിന്തോസ് സഭയ്ക്ക് 2-ാമത്തെ ലേഖനം 13-ാം അധ്യായം 5-ാം വചനത്തിൽ ഇപ്രകാരം ദൈവജനത്തോട് പറയുകയാണ്: നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തിൽ നിലനിൽക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുവിൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ വചനം നമുക്ക് തരുന്ന മുന്നറിയിപ്പ് എന്താണ്? ഇതൊരു പരിശോധനയുടെ സമയമാണ്. നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നുണ്ട്, ദൈവകരുണയ്ക്ക് വേണ്ടി ഇത്രമാത്രം നിലവിളിച്ച് പ്രാർത്ഥിച്ചിട്ട് എന്തുകൊണ്ടാണ് ദൈവത്തിൻ്റെ കരുണ നമ്മളായിരിക്കുന്ന ഈ പ്രതിസന്ധികളിൽ വെളിപ്പെടാതെ പോകുന്നത്? പലരും ഈ നാളുകളിനോട് ചോദിച്ചു, എത്രയായിരങ്ങൾ ചങ്ക് പൊട്ടി നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നു, എന്നിട്ടും എന്തുകൊണ്ട് ഈ കോവിഡ് നിയന്ത്രിക്കപ്പെടുന്നില്ല? ഈ വൈറസ് ലോകത്ത് മാറിപ്പോകുന്നില്ല? ഇതിന്റെ വ്യാപനം വീണ്ടും വീണ്ടും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. എന്തുകൊണ്ടാണ് ദൈവം ഇടപെടാത്തത്? എന്തുകൊണ്ടാണ് കർത്താവ് പ്രവർത്തിക്കാത്തത്? യേശു ജീവിക്കുന്ന ദൈവമാണെങ്കിൽ, നമ്മുടെ വിശ്വാസം സത്യമാണെങ്കിൽ, നമ്മുടെ കർത്താവ് സർവശക്തനും സർവാധിപനുമാണെങ്കിൽ, ഇന്ന് ലോകം മുഴുവൻ ഗ്രസിച്ചിരിക്കുന്ന ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടാവില്ലേ? എന്താ പരിഹാരമുണ്ടാകാത്തത്? കോവിഡ് മൂലം, പ്രിയപ്പെട്ടവരുടെ മരണം മൂലം, വേർപാട് മൂലം വേദനിക്കുന്ന, നൊന്ത് നീറുന്ന പല ജീവിതങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്. ജോലി നഷ്ടപ്പെട്ടവര്, പഠനം നഷ്ടപ്പെട്ടവര്, ബിസിനസ് തകർന്നു പോയവര്, കുടുംബം താറുമാറായവര്, എന്ന് വേണ്ട പലവിധ പ്രതിസന്ധികൾ മൂലം നട്ടം തിരിയുന്ന ഒരുപാട് ജീവിതങ്ങള്. എൻ്റെ സഹോദരി സഹോദരങ്ങൾ, ഇതൊന്നും അവിചാരിതങ്ങളല്ല. ദൈവത്തിന്റെ കരുണയ്ക്ക് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. നമ്മുടെ പ്രാർത്ഥന കേൾക്കാൻ കഴിയാത്ത വിധം
കർത്താവിൻ്റെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല. നമ്മുടെ കർത്താവിൻ്റെ കരങ്ങൾ കുറുകിപ്പോയിട്ടുമില്ല. പിന്നെ എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നത്? ഇതൊരു പരിശോധനയാണ്. അനുതപിച്ച് ആദ്യത്തെ പ്രവർത്തികൾ ചെയ്യുവാൻ ദൈവം തന്റെ ജനത്തോട് ആവശ്യപ്പെടുന്ന ദൈവീക അടയാളങ്ങളാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്.